ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു FSK ഡിഫൻസ് അക്കാദമി. നമ്മുടെ SSC GD ഈസിയായി കളക്ട് ചെയ്യാനുള്ള പുതിയ പ്രീമിയം ബാച്ച് ECGD 1.0 നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സെറ്റല്ലേ? SSC GD നേടാൻ എല്ലാവരും സെറ്റല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ വളരെ ബേസിക്കായ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ കുറച്ച് ബേസിക് ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നുള്ളതിൻ്റെ ബേസിക് ആ ഒരു ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓരോന്നോരോന്നായി അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇംഗ്ലീഷിനെ പറ്റി നമുക്കൊന്ന് ചെറുതായി ഒന്ന് പരിചയപ്പെടാം. ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ? ഇംഗ്ലീഷ് പലപ്പോഴും പല ആളുകളും സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കും പറ്റില്ല. എല്ലാവരും റീസണിങ്ങിലേക്കും പിന്നെ ജനറൽ അവയർനെസ്സിനേക്കും മാറി ചിന്തിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പഠിക്കാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഈസിയായി പഠിച്ചാൽ വേ ഓഫ് മെത്തേഡ്സ് നമ്മൾ ഒന്ന് പറഞ്ഞു തരും FSK ഡിഫൻസ് അക്കാദമി. അത് നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്താൽ നമുക്ക് GD എന്തായാലും സ്വന്തമാക്കാം. GD നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. കുറച്ച് മാർക്കും അതോടൊപ്പം തന്നെ കുറച്ച് ഫിസിക്കലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ നല്ലൊരു കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിനെ പറ്റിയുള്ള ചെറിയ ചാപ്റ്റേഴ്സിനെ പറ്റി നമുക്ക് അവലോകനം ചെയ്യാം. ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നത് എറർ കണ്ടെത്താൻ. ഒരു സെൻറ്റൻസ് തരും, അതിൽ നിന്ന് എറർ കണ്ടെത്താൻ, എറർ മിസ്റ്റേക്ക് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കണ്ടെത്തുന്നതാണ് എറർ സ്പോട്ട്. ഗ്രാമറ്റിക്കൽ, കുറച്ച് ഗ്രാമർ, വൊക്കാബുലറി കാര്യങ്ങളൊക്കെ പഠിച്ച് ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻസ്, ഇങ്ങനത്തെ കുറച്ച് ഇംഗ്ലീഷിൽ വരാവുന്ന ടോപ്പിക്സുകളാണ്. ഇതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് എറർ സ്പോട്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഈ കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. എറർ സ്പോട്ട് എന്നാൽ ഒരു സെൻറ്റൻസിൽ നമ്മൾ എറർ ഉണ്ടാവും ഗ്രാമറ്റിക്കലി, അത് കണ്ടെത്തുക. രണ്ടാമത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഒഴിവ് ഭാഗം തരും, അവിടെ എന്താ യൂസ് ചെയ്യാന്ന് മുകളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചാപ്റ്റേഴ്സിൽ നിന്ന് കാണാം. പിന്നെ മൂന്നാമത്തത് പ്രസൽ റീപ്ലേസ്മെൻറ്റ്, പ്രസൽ വെബ്സ് പറഞ്ഞാൽ സെറ്റ് ഓഫ്, പുട്ട് ഓഫ്, പുട്ടിൻ, സെറ്റ് അക്രോസ്, ഇങ്ങനെ രണ്ട് വേർഡ് കണക്ട് ചെയ്തു എന്നാൽ അതിൻ്റെ സെയിം മീനിങ് ആവില്ല, വേറെ മീനിങ് ആയിക്കാരം, വേ ഓഫ് മീനിങ്. അതിൻ്റെ മീനിങ്ങും നമ്മളിവിടുന്ന് പഠിപ്പിച്ചു തരും. പിന്നെ ക്ലോസ് ടെസ്റ്റ് പറഞ്ഞാൽ പാരഗ്രാഫിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മോളിൽ 4-5 ഭാഗങ്ങൾ ബ്ലാങ്ക് ആക്കി തരും. അതിൻ്റെ ഓപ്ഷൻസ് താഴെ ഉണ്ടാവും. നമ്മൾ താഴെയുള്ള കറക്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം പാരഗ്രാഫ് വായിച്ച് കണ്ട്. പിന്നെ അടുത്തത് സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം വേർഡ്, സെയിം മീനിങ് തരുന്ന വേർഡിനെ നമ്മൾ സിനോണിംസ് എന്ന് പറയാം. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് തരുന്ന വേർഡ്സ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അധിഷ്ഠിതം വഹിക്കാൻ നമ്മൾ ക്ലാസ് എടുക്കുക. ഓക്കെ, ഒന്നുകൊണ്ടും പേടിക്കേണ്ടതാണ്. ഇംഗ്ലീഷിൻ്റെ 20 മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും. ഓക്കെ, പിന്നെ അടുത്തത് പ്രൈസ് ആൻഡ് ഇഡിയംസ് ആണ് എന്നതാ പഴഞ്ചൊല്ല് കിട്ടില്ല. നിങ്ങൾ പഴഞ്ചൊല്ല് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നമുക്ക് തരും, അതിൻ്റെ മീനിങ് എന്താണ് അർത്ഥമാക്കണമെന്നാണ് പഴഞ്ചൊല്ല് മോഡൽ. പിന്നെ അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഒരു സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്തൊരു വേർഡ് തരും, അതിൻ്റെ സെയിം മീനിങ് വരുന്ന വേർഡിനെ ഏകദേശം സിനോണിം മോഡൽ തന്നെ ആ വേർഡിന് കറക്റ്റ് ആയിക്കാണ്ട് നമുക്ക് ഏത് വേർഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ മാറ്റുക, രണ്ട് വേർഡ് മാറ്റി കൊടുത്താൽ ഏതാണ് വരികയെന്ന് വെച്ചാൽ അത്. അടുത്ത ചാപ്റ്റർ വരുന്നത് മിസ് സ്പെല്ലഡ് വേർഡ്സ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓരോ വേർഡിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, അത് കാണാൻ. ഓക്കെ, അടുത്തത് റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാരഗ്രാഫ് തരും, പാരഗ്രാഫ് നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിന് സപ്പോർട്ടായിട്ടുള്ള 4 ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതുക. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും മോഡൽ നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾ പേജാറാകരുത്, ടഫാകരുത്, സിമ്പിളായിക്കാണ്ട് നമ്മൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. മോഡലാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. എറർ സ്പോട്ടിലൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പറയാം. പ്രീവിയസ് ഇയറാണ്. ഐ ആം നോട്ട് വെൽത്തി സോ ഐ കാനോട്ട് അഫോർഡ് ടു ബൈ എ എക്സ്പെൻസീവ് കാർ. നോ എറർ ഉണ്ടോ? 4 പാട്ടാക്കിയാണ് ഒരു സെൻറ്റൻസ് നമുക്ക് കൊടുത്തുള്ളൂ. ഒന്നാമത്തെ പാട്ട് എന്താണ്? ആ പാട്ട് ഐ ആം നോട്ട് വെൽത്തി. രണ്ടാമത്തെ പാട്ട് സോ ഐ കാനോട്ട് അഫോർഡ്. മൂന്നാമത്തെ പാട്ട് ടു ബൈ എ എക്സ്പെൻസീവ് കാർ. നാലാമത്തെ പാട്ട് നോ എറർ. ഓക്കെ, ഇതിൽ എറർ വന്നത് സി പാർട്ടിലാണ്. ടു ബൈ എ എക്സ്പെൻസീവ് കാർ എന്നല്ല വരിക, ഏൻ എന്നാണ് യൂസ് ചെയ്യുക കേട്ടോ. ഏൻ എക്സ്പെൻസീവ് കാർ. ആർട്ടിക്കിൾസ് ആണ് ഇവിടെ എറർ സ്പോട്ടിൽ നിന്ന് ഗ്രാമറ്റിക്കൽ എറർ കണ്ടെത്തിയുള്ളത്. ആർട്ടിക്കിൾസ് നമ്മളെല്ലാ ഭാഗങ്ങളും പറയുന്നതാണ് കേട്ടോ. അടുത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. മാത്തമാറ്റിക്സ് ഡാഷ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ്.
അവിടെ എന്താ വരിക? ഈസ് ആണോ, ആറാണോ, ഹാവ് ആണോ, ഹാസ് ആണോ? മാത്തമാറ്റിക്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മോഡൽ ഇതേ മോഡലാണ് ക്വസ്റ്റ്യൻ വരിക. മാത്തമാറ്റിക്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. അടുത്ത് നമുക്ക് പ്രസൽ വെർബിൽ നോക്കാം കേട്ടോ. പ്രസൽ വെർബിൽ എന്താണ്? രാജു ഡാഷ് ദ ഡ്രസ്. രാജു ഡ്രസ്സ് അല്ലേ? ഡ്രസ്സ് നമ്മളെന്താ ധരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ധരിക്കുക എന്നുള്ള മീനിങ് ആണ് ഈ നാളെ. ഇവിടെ പുട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്, പുട്ട് അപ്പ് കൊടുത്തിട്ടുണ്ട്, പുട്ട് ഓൺ കൊടുത്തിട്ടുണ്ട്, പുട്ട് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതോ ഒരു വേർഡിൻ്റെ അർത്ഥമാക്കുന്നത് വിയർ, ധരിക്കുക എന്നാണ്. അത് ഓപ്ഷൻ സി പാട്ടുണ്ടാകുന്നത് പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ്. രാജു പുട്ട് ഓൺ ദ ഡ്രസ്സ്. പ്രസൽ വെർബ് ഇങ്ങനെയാണ്, ഈ മോഡലാണ് വരിക. അടുത്ത് ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്. ക്വസ്റ്റ്യൻസ് എന്താണ് ഇങ്ങനെ കൊടുക്കുക. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഗിവൺ ദ വേർഡ്. താഴെ നിന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് താഴെ നിന്നുള്ള 4 ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഇവിടെ ഒന്ന് ലാബിലിറ്റി പറഞ്ഞാൽ ബാധ്യത, ഉത്തരവാദിത്തം എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ആസ്തി. ലാബിലിറ്റി പറഞ്ഞാൽ ബാധ്യതയാണെങ്കിൽ അതിൻ്റെ ബാധ്യതയുടെ ഓപ്പോസിറ്റ് ആസ്തി, സ്വത്ത് എന്നൊക്കെ അർത്ഥമാണ്. ആ അർത്ഥം വരുന്ന വേർഡ് ഓപ്ഷൻ സി അസറ്റ് എന്നുള്ളത് സ്വത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അടുത്തൊരു ഇഡിയം നോക്കാം നമുക്ക്. ഇഡിയം പാഞ്ചോല് മോഡൽ. ക്വസ്റ്റ്യൻസിന് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. താഴത്തു നിന്നുള്ള ഇഡിയത്തിന് അനുസരിച്ചുള്ള കറക്റ്റ് മീനിങ് വേർഡ് താഴത്തു നിന്നുള്ള 4 ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ്. എ നൈറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ മൂങ്ങ. അത് അർത്ഥമാക്കണം എന്താണ്? 4ാമത്തെ ഓപ്ഷൻസ് വായിച്ചു നോക്കി. എ പേഴ്സൺ ഹു പ്രിഫേഴ്സ് ടു അവേക്ക് ലൈറ്റ് അറ്റ് നൈറ്റ്. 4ാമത്തെ ഓപ്ഷൻ കേട്ടോ. എ പേഴ്സൺ ഹു പ്രിഫേഴ്സ് ടു ബി അവേക്ക് ലൈറ്റ് അറ്റ് നൈറ്റ്. രാത്രി നീച്ച് നടക്കുന്ന ഒരാളെ നമുക്ക് എ നൈറ്റ് ഓൾ. മൂങ്ങകൾ സാധാരണ എന്താ രാത്രിയിൽ നടക്കാറ്, അതുകൊണ്ടാണ് ആ മീനിങ് വരുന്നത്. ഇഡിയംസ് ആണ് എന്താ പഴഞ്ചൊല്ല്. ആ മീനിങ് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ. അടുത്ത സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് തരുന്ന വേർഡ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ അറിഞ്ഞു വയ്ക്കുക. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. താഴെ തന്നിട്ടുള്ളതിൻ്റെ സെയിം മീനിങ് ഉള്ള വേർഡാണ്. ഇവിടെ തന്നിട്ട് കൊളോക്കിയൽ എന്നാൽ എന്താ? നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന ഭാഷ അല്ലേ, കൊളോക്കിയൽ ഭാഷ. മലപ്പുറംകാർക്ക് ഒരു കൊളോക്കിയൽ ഭാഷ ഉണ്ടാവും. അതേപോലെ തന്നെ സൗത്ത് കേരളക്കാർക്ക് വേറൊരു ടോണിക്കാണ്. നമ്മുടെ കൊളോക്കിയൽ ഭാഷാ വർത്താനം, കമ്മ്യൂണിക്കേഷനിൽ കൊളോക്കിയലായിട്ട് വ്യത്യാസം ഉണ്ടാവും. അതിനായിട്ട് സെയിം മീനിങ് വരുന്ന വാക്ക് 2ാമത്തെ ഓപ്ഷനാണ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക അല്ലേ, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, പരസ്പരം ആശയവിനിമയം നടത്തുക, അതാണ് കൺവെർസേഷൻ. അപ്പോൾ കൊളോക്കിയലിന് സെയിം മീനിങ് വരുന്നവരാണ് കോൺവെർസേഷണൽ. ഉത്തരം കോൺവെർസേഷൻ. അടുത്ത വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ക്വസ്റ്റ്യൻ ചോദിക്കും. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് കാൻ ബി ഷെഡ്യൂൾഡ് അണ്ടർലൈൻ ദ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. താഴെ നിന്നുള്ള സെൻറ്റൻസിൽ നിന്നും അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ സെയിം മീനിങ് ആയ വേർഡ് താഴെ നിന്നുള്ള 4 ഓപ്ഷനിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇവിടെ നിന്നുള്ള ഐ റിഗാർഡ് എന്താ? പരിഗണിക്കുക. സെൻറ്റൻസ് ഫുൾ വായിച്ചു. മൈ ബ്രദർ ഓൺ പാസിങ് ഹിസ് ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ പാസ്സായപ്പോൾ എൻ്റെ ബ്രദറെ ഞാൻ പരിഗണിച്ചു എന്നാണ്. നമ്മൾ പാസ്സായി എന്താ സാധാരണ പറയാം? കൺഗ്രാജുലേഷൻ അല്ലേ, കൺഗ്രാജുലേഷൻ. SSLC പാസ്സായത് കൺഗ്രാജുലേഷൻ. എന്ത് പാസ്സായാലും കൺഗ്രാജുലേഷൻ എന്ന് കൊടുക്കും. അപ്പോൾ ഐ കൺഗ്രാജുലേറ്റഡ് മൈ ബ്രദർ ഓൺ പാസിങ് ഹിസ് ഗ്രാജുവേഷൻ എക്സാമിനേഷൻ. അപ്പോൾ ഇവിടെ വരുന്നത് ഗ്രാജുവേറ്റഡ് ആട്ടോ, കൺഗ്രാജുലേറ്റഡ്. ഓക്കെ. അടുത്തത് മിസ്പെല്ലഡ് വേർഡ്സ് പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വേർഡ് കണ്ടെത്താൻ. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. മാല അഡ്ജസ്റ്റഡ്, സ്ട്രൈക്ക്, ഹോൾഡ്, പെർമനൻറ്റ്, ലോങ്ങിറ്റ്യൂഡ്. ഇതിലേതാണ് തെറ്റ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന വേർഡ് 3ാമത്തെ ഓപ്ഷൻ നോക്കി. പെർമനൻറ്റ് എന്ന് അങ്ങനെ വരിക അല്ല, പെർമനൻറ്റ് എന്നാണ് വരിക. MA എന്നാണ് വരിക. പെർമനൻറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ME ആണ്. അപ്പോൾ പെർമനൻറ്റ് MA പെർമനൻറ്റ് അതാണ് ശരി. അപ്പോൾ തെറ്റായ വേർഡ് 3ാമത്തത്. അപ്പോൾ ആൻസർ 3. അടുത്തതാണോ ക്ലോസ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞല്ലേ, പാരഗ്രാഫിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മുകളിൽ 4, 5 കണ്ടോ. ഇവിടെ 5 ഓപ്ഷൻസാണ് വരിക. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, 4, 5 ഇങ്ങനെ 5 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. ഇതൊരു ക്വസ്റ്റ്യൻ മോഡൽ നമുക്ക് നോക്കാം. സെലക്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്പർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നാമതൊന്ന് വായിച്ചു നോക്കാം. 2 companies, the companies in the present era. ഒന്ന് കണ്ടോ, ദ കമ്പനീസ് ഇൻ ദ പ്രസൻറ്റ് എറ ഡാഷ് പ്രിയോറിറ്റി. കമ്പനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്? മുൻതൂക്കം എന്ന് പറയുമ്പോൾ കൊടുക്കുന്നതിലുള്ള മീനിങ്ങാണ് വരുന്നത്. കൊടുക്കുന്നതിൽ നിന്ന് കണ്ടോ ഗീവിങ് എന്ന് വരിക.
ഇവിടെ ഗീവൺ കൊടുത്തിട്ടുണ്ട്, ഗീവിങ് കൊടുത്തിട്ടുണ്ട്, ബീൻ ഗീവിങ് കൊടുത്തിരുന്നത്. ഈ പാരഗ്രാഫ് ഏതാണ്? ഒരു പ്രസൻറ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈസോ ആറോ ആണ് വരിക. പിന്നെ ദ കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 കമ്പനി എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അതുകൊണ്ട് പ്ലൂറൽ വേർഡാണ് 2. പ്ലൂറൽ സിംഗുലറിലാണെങ്കിൽ ഈസ് ഗീവിങ് ആ വരിക. ഇവിടെ കമ്പനീസ് എന്ന് പറയുന്നത് ആർ ഗീവിങ് ആണ്. ഓപ്ഷൻ 3 3 ഇവിടെ ശരി ഉത്തരം. ആർ ഗീവിങ് ആണ് ശരി ഉത്തരം. അപ്പോൾ ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വരുന്ന ചാൻസ്. പിന്നെ ലാസ്റ്റ് കോംപ്രഹെൻഷൻ. അതേ മോഡൽ പാരഗ്രാഫ് തരും, പാരഗ്രാഫ് വായിക്കാം, താഴെയുള്ള 4 ചോദ്യങ്ങൾ തരും, അതിന് ആൻസർ കണ്ടെത്തുക. അതൊക്കെ റീഡിങ് സ്കില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ. അതിൽ ട്രെയിനിങ് എല്ലാ സ്കിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ നിന്നും FSK ഡിഫൻസ് അക്കാദമി നിങ്ങൾക്ക് ചെയ്തു തരും. യൂണിഫോം ജോലി ഉറപ്പായും നിങ്ങൾക്ക് നേടിയെടുക്കാൻ വളരെ സിമ്പിളായിരിക്കാൻ, അച്ചീവ് ചെയ്യാൻ വളരെ സുഖമായിരിക്കും. നിങ്ങളോടൊപ്പം എന്നും FSK ഡിഫൻസ് അക്കാദമി ഉണ്ടാകും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ ഗുഡ് ബൈ.